ആ ഗ്രാഫ് അല്ല അലോ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയിട്ടേ. ആ ಏನೇ ಡಿಸ್ಕ್ಲಾ അഗ്രി അല്ലേ ഇപ്പോഴോ? ആ ബ്രോ കേക്കാം. ആ ഇപ്പോ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ ബ്രോ. ബ്രോ പിന്നെ ഒന്നുകൂടി മറ്റേ ആഡിയോൻ്റെ വേവ് ഫ്രെയിം ഉണ്ടല്ലോ, അത് എനിക്ക് കാണിക്കുന്നില്ല. കൺവേർട്ട് ടു ഓഡിയോ ഫ്രെയിംസ്. ഞാൻ ആഡിയോ ഒന്ന് ഇമ്പോർട്ട് ആക്കി കൊടുക്കും. ഓഡിയോടെ ഡൗൺലോഡ്സിൽ ഫസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ലേ, കൺട്രോൾ കെ അടിച്ച് ഫ്രെയിം സെറ്റ് ചെയ്യണം. ആ ഓക്കെ ഓക്കെ. എന്നിട്ട് ഇത് ക്യാപ്സ് ലോക്ക് ഓൺ ആയി കിടക്കുന്നുണ്ട്, ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് കീ ഫേമസിന്റെ കൺവേർട്ട് ടു ഓഡിയോ കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുക. ആ ബ്രോ ഇതാണ്. ഇത് വന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഓൺ ആക്കി വിട്ടാൽ മതി. ഓക്കെ ഓക്കെ, ഞാൻ ഇതാണ് ചോദിച്ചത് ബ്രോ. ആ ഇപ്പൊ ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ സെറ്റ്. പിന്നെ നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഒരുമിച്ച് കാണാം. ബ്രോ ഇപ്പൊ സൈബറും മറ്റേ സാധനമൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ആ ഓക്കെ ബ്രോ. പിന്നെ വന്നു കഴിയുമ്പം ബ്രോ ബാക്കി പേയ്മെന്റ് കൂടി ഇട്ട് കഴിയുമ്പം ഞാൻ മറ്റേ ജെറി ഫ്ലോഡ് ഒരു സാധനമുണ്ട്. ഓക്കെ. അത് ഞാൻ പറഞ്ഞില്ലേ, എക്സ്പെൻഷൻ മറ്റേ 20 രൂപ ആണെങ്കിൽ തരാന്നുള്ളത്, ഞാൻ ഇതിന്റെ ബ്രോയി ആഡ് ചെയ്ത് തരാം. ഓക്കെ ബ്രോ. അപ്പൊ അതാകുമ്പോ ബ്രോയ്ക്ക് ഈ ഷേക്ക് അടിയാണ്ട് കുറച്ചുകൂടെ കംഫോർട്ടും ആയിരിക്കും, കുറച്ചുകൂടെ എളുപ്പവും കൂടെ ആയിരിക്കും. അതിപ്പം ബ്രോ ഇപ്പൊ ഞാൻ തരുന്ന രീതിയില്ലേ ഇങ്ങനെ ചെയ്യുന്ന പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേലോട്ട് മാറാം. ബ്രോ എപ്പോഴാ പറഞ്ഞേ? ഓൾറെഡി ഇപ്പൊ എന്റെ റോബോ എന്ന് പറഞ്ഞ പേര് അടിക്കുമ്പോ തന്നെ കുറച്ച് ഷേക്ക് ഉണ്ട്. അപ്പൊ അതെല്ലാം ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ ആഡ് ചെയ്തിട്ട് നോക്കുക. അഡ്ജസ്റ്റ്മെന്റ് ലെയർ ആഡ് ചെയ്യുമ്പോൾ ഈ കീ ഫ്രെയിം കൂടി കൊടുക്കണം. ആദ്യത്തെ കീ ഫ്രെയിമിന്റെ അവിടെ ആയിരിക്കണം ഈ പോയിന്റ് കിടക്കേണ്ടത്. ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ, സോറി പക്ഷെ ഇതൊക്കെ വന്നുണ്ടോ അവിടെ കീ ഫ്രെയിം ഉണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിരിക്കും രണ്ടെണ്ണേ ഉള്ളൂ. ആദ്യത്തെ തുടക്കം വന്നു.
അത്രേ ഉള്ളൂ. ബ്രോ നോക്കിയോ? ഓക്കെ. ആ ഓക്കെ ബ്രോ. ബ്രോ എപ്പോഴാണ് പറഞ്ഞേ അവിടെ ചെന്നിട്ട്? ഞാൻ 30-ാം തീയതി ആകുമ്പോൾ വരും ഇവിടെ. ആ ഓക്കെ. 30 ദിവസം വന്ന് തന്നെ എടുക്കാം ക്ലാസ് നമുക്ക്. ആ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ബ്രോയ്ക്ക് ഇപ്പം ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റായി. ആ ഇനി നമുക്ക് കുറച്ച് എഫക്ട്സ്, ഞാൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി കുറച്ച് എഫക്ട്സും കാര്യങ്ങളും പഠിക്കാം. അത് കഴിഞ്ഞിട്ട് സ്പീഡ് റാമ്പും കളർ ഗ്രേഡിങ്ങിലോട്ട് നമുക്ക് പോകാം. ഓക്കെ ബ്രോ. 3Dയും കാര്യങ്ങളൊക്കെ. ഓക്കെ ബ്രോ. വന്നിട്ട് ഒരൊട്ടം കൂടി മറ്റേ ഇന്നലെ സഫയറാ ഒരു റെഡ് കളർ ഗ്ലോ പോലത്തെ കറങ്ങി നടന്നില്ല, ആ സാധനം അത് ഒന്നുകൂടി പറഞ്ഞോ ബ്രോ വന്നിട്ട്. ബ്രോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഇപ്പൊ ഈ ഒരു ക്ലിപ്പിലെ ചെയ്യുന്നെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഈ പെൻ ടൂളോ ഏതെങ്കിലും ടൂള് വെച്ചിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ വരച്ചിടണം. ഇപ്പൊ എനിക്ക് ഇവിടെ വേണ്ടത് ഇങ്ങനെ ഞാൻ വെച്ചു. ഞാൻ റോട്ടോ ബ്രസ് എടുക്കുമ്പോൾ അത് കിട്ടുന്നില്ല ബ്രോ. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കമ്പോസ് ചെയ്തിട്ട് അപ്പം ആവും. പിന്നെ ഇല്ല ബ്രോ, ഇത് നോക്കിപ്പം. എന്നിട്ട് ഇത് ഞാൻ ട്രാക്കർ ഞാൻ ആഡ് ചെയ്തിട്ടില്ലേ ഇത്. ഓക്കെ. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഇത് മാറിയിട്ട് ഇതാവും. ഓക്കെ. ട്രാക്കർ എന്നിട്ട് ഇത് പ്ലേ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗത്ത് മാത്രം ട്രാക്ക് ചെയ്തിരിക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ ഈ ഒരു ക്ലിപ്പ് മാത്രം ഇവിടെ നമ്മൾ ട്രാക്ക് ചെയ്ത്. ഓക്കെ ഓക്കെ. സിംഗിൾ ക്ലിപ്പ് എടുക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് സേവർ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. ഓക്കെ. സേവർ എന്ന് അടിക്കുമ്പോൾ ഓൾറെഡി ഞാൻ നിന്ന റോബോ സേവർ എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്നെടുത്ത് ആഡ് ചെയ്താലും മതി, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ. എന്നിട്ട് ഈ എഫക്ട്സ് മറ്റെന്ത് എഫക്ട്സ് കൺട്രോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയറിൽ ആഡ് ആക്കണം അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത മണ്ടയിലെല്ലാം ആഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്തുണ്ടോ മറ്റേ കസ്റ്റം കോർ എന്നിട്ട് ലെയർ മാസ്ക് ആക്കി ഇടുക. പിന്നെ മറ്റേ റൈറ്റ് ക്ലിക്ക് അടിക്കുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ബ്ലെൻഡ് കൊടുത്ത് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ. ഇപ്പം ഇത് കണ്ടോ വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അതിൽ പ്രീസെറ്റ് മാറ്റിയാൽ ഹാഫ് മാറ്റി ക്വാർട്ടർ ഇട്ടാൽ മതി. ഓക്കെ ബ്രോ. ഇതിങ്ങനെ നീക്കാം. ഈ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഒരു ആരോ ഉണ്ടോ അത് വെച്ചായിരിക്കും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു 100 ആക്കിയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ക്രീൻ വരും. ഓക്കെ ഓക്കെ ഓക്കെ. റോട്ടോ ബ്രഷ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ക്ലിപ്പിൽ എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റിലെ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ മാറ്റി വെച്ചു. ഇത്ര ഒരു ക്ലിപ്പാന്ന് വിചാരിച്ചു. ഓക്കെ. ആദ്യത്തെ ക്ലിപ്പ് ഞാനതും റീകമ്പോസ് ചെയ്യും. ഓക്കെ. റീകമ്പോസ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് സെലക്ട് ചെയ്തിട്ട് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ലെയറിൻ്റെ ക്ലിപ്പ് സെലക്ട് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമല്ലേ? എന്നിട്ട് വേണം ഇങ്ങനെ വരച്ചിടാൻ. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ തന്നെ ആയിക്കോളും. ഓക്കെ. ഇപ്പൊ കൂടി പോവാണെങ്കിൽ കീബോർഡിൽ നിൽക്കുമ്പോൾ ഇത് റെഡ് കളറാവും. ഓക്കെ 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 ബ്രോ. ഈ ക്രൂസർ ഉണ്ടോ 4 പോയിന്റുള്ള ഇത് റെഡ് ആവും. ഓക്കെ. എന്നിട്ട് ഇത് കുറച്ചങ്ങോട്ട് വലുതാക്കിക്കുമ്പോൾ അവിടെ ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീസ് ആക്കിയാൽ മതി. അതപ്പം ആ ഒരു ലെയർ മാത്രമായിട്ട് വരും. ഓക്കെ. എന്നിട്ട് ഇത് ബാക്ക് അടിക്കണം. ഇപ്പൊ ലെയറിൽ കിടക്കുന്ന ലെയർ അതിന്റെ കോമ്പോസിഷൻ ലെയർ ആക്കണം. അപ്പം ഈ സാധനം നോക്കുവാണെങ്കിൽ ഈ ഒരു സാധനം മാത്രമായിരിക്കില്ല. മനസ്സിലായോ? ബ്രോ സെറ്റായി. ഓക്കെ ബ്രോ, ഞാൻ വിളിക്കുകയാണ്. ഓക്കെ ഓക്കെ. ബ്രോ ഒരിക്കലും ചെയ്ത് നോക്കുക. ശരി ബ്രോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു. ഓക്കെ ബ്രോ. ഓക്കെ ബൈ ബ്രോ. അതെ.